കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പ്. വിവരങ്ങളുമായി രാജേഷാണ് ചേരുന്നത്. രാജേഷ്, താപനില എത്ര ഡിഗ്രി സെൽഷ്യസ് വരെയായി? എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്? ലിബീഷ്, ശൈത്യം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പിടിമുറുക്കുകയാണ്. പ്രധാനമായും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് തെക്ക് ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളാണ്. ഈ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയും തൊട്ട് പിന്നാലെ മഞ്ഞും ഉണ്ടാവും. ഇത് ജനജീവിതത്തെ സാരമായി ബാധിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ റിപ്പോർട്ട് കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിന് പിന്നാലെ 3 സംസ്ഥാനങ്ങളിലും കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം ഒരു റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രധാനമായും ഹിമാചൽ പ്രദേശിലെ ലാഹോൾ, സിപ്തി, ചമ്പ, കണ്ട്ര, കുളു, ഷിംല, കിന്നഹൗർ എന്നീ 6 ജില്ലകളിലാണ് പ്രധാനമായും ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ 6 ജില്ലകളിലാണ് പ്രധാനമായും കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ജമ്മു കാശ്മീരെ സംബന്ധിച്ചോളം ജമ്മു കാശ്മീരിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒരു ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വിനോദസഞ്ചാര കേന്ദ്രം സഞ്ചാരികൾ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൽഹിയെ സംബന്ധിച്ചോളം ഒരു വായുമലിനീകരണ തോത് നിലവിൽ കുറഞ്ഞിട്ടുണ്ട്. പ്രധാനമായും ഒരു 124 മണിക്കൂറിനുള്ളിൽ 20% പോയിന്റിലധികം ആണ് ഒരു എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഡൽഹിയെ സംബന്ധിച്ചോളം കുറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കിയാൽ കാണാം, ഒരു ഡിസംബർ 16 മുതലായിരുന്നു ഡൽഹിയെ സംബന്ധിച്ചോളം ഒരു വായുനിലവാര സൂചിക ഒരു ഉയർന്ന ഗതിയിലേക്ക് എത്തിയത്. പിന്നീട് അത് ഒരു 18 ആയപ്പോഴും 255 എയർ ക്വാളിറ്റി ഇൻഡെക്സ് ആവുകയും പിന്നീട് 28 ആയപ്പോൾ 355 എയർ ക്വാളിറ്റി ഇൻഡെക്സും ആയിരുന്നു. എന്നാൽ ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ മഴ കാരണം ഡൽഹിയെ സംബന്ധിച്ചോളം ഡൽഹിയിലെ നിലവാര തോത് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. അത് ഒരു 155ലേക്ക് അടുത്തിട്ടുണ്ട്. പ്രധാനമായും ഡൽഹിയെ സംബന്ധിച്ചോളം വായുമലിനീകരണ തോത് കുറഞ്ഞെങ്കിലും ഇപ്പോൾ ഡൽഹിയെ സംബന്ധിച്ചോളം ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നത് മൂടൽമഞ്ഞാണ്. അതിനായിട്ടുള്ള വിവിധ ആക്ഷൻ പ്ലാനുകളെല്ലാം ഡൽഹി സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കാശ്മീരെ സംബന്ധിച്ചോളം കാശ്മീരിലെ മഞ്ഞുവീഴ്ചയെ സംബന്ധിച്ച് ഒരു ശ്രീനഗറിലെ വിവിധ സമതല മേഖലയിലാണ് കൂടുതലായും മഞ്ഞുവീഴ്ച അനുഭവപ്പെടുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ജമ്മു കാശ്മീരിലെ വിവിധ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ ഗുൽമാർഗ്, സോനാബർഗ്, സിന്ധ്യ, ബരാമുള്ള, കുൽവാര ജില്ലകളിൽ ഒരു ശക്തമായ മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ റിപ്പോർട്ട് കേന്ദ്രം ഒരു റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് കൂടുതലായും പ്രധാനമായും ഡൽഹിയെ സംബന്ധിച്ചോളം മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള സർക്കാരിൻ്റെ പ്രതികരണങ്ങളും ഈ ഒരു മഞ്ഞുവീഴ്ചയിൽ നേതൃത്വം നൽകുന്നുണ്ട്. ഇത് മഞ്ഞുവീഴ്ചയിലെ ഒരു അടിയന്തര പ്രവർത്തനങ്ങൾക്കായി ഒരു മേൽനോട്ടം വഹിക്കാൻ വേണ്ടി ഡെപ്യൂട്ടി കമ്മീഷണർക്ക് ഒമർ അബ്ദുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തുടരുന്ന ശൈത്യം പിടിപെടുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള വിവിധ മുന്നൊരുക്കങ്ങളും സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ലിബീഷ്.